ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തണ്ണീർമുഖം ഹെൽത്ത് സെന്ററിലെ ലാബിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലമാക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കഞ്ഞിക്കുഴി ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG രാജേശ്വരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ജെസ്സി ജോസി അധ്യക്ഷയായി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രഭ മധു പതാക ഉയർത്തി. റജി പ്രകാശൻ രക്തസാക്ഷി പ്രമേയവും മായാസുധി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ബിജി അനിൽകുമാർ പ്രവർത്തന റിപ്പോർട്ടും പ്രഭ മധു സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജെസ്സി ജോസി പ്രസിഡന്റായും ബിജി അനിൽകുമാർ സെക്രട്ടറിയായും പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ നിർമ്മല ശെൽവരാജ്, ജി ശശികല, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PP സംഗീത, സിന്ധു വിനു, ജമീല പുരുഷോത്തമൻ, CPM ജില്ലാ കമ്മിറ്റി അംഗം S രാധാകൃഷ്ണൻ, ഏരിയ സെക്രട്ടറി B സലീം, NRG ഏരിയ പ്രസിഡന്റ് AK പ്രസന്നൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി CV മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. സംഘം ചെയർമാൻ M സന്തോഷ് കുമാർ സ്വാഗതവും ഗീതാ കാർത്തികേയൻ നന്ദിയും പറഞ്ഞു. ഈ പരീക്ഷകളൊക്കെ നടത്തണമെങ്കിൽ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലുള്ള വേക്കൻസി പരിഹരിക്കണമെങ്കിൽ UPSCയുടെ പരീക്ഷ നടക്കണം. റെയിൽവേ, എയറോഡ്രോം, പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം എവിടെ ഇവർ എത്ര ഇന്റർവ്യൂ നടത്തി, എത്ര ടെസ്റ്റ് നടത്തി? ഇവരിതൊന്നും നടത്താതെ ഉള്ള തൊഴിലവസരങ്ങളെ ഉന്മൂലനം ചെയ്യുകയാണ്. നമ്മുടെ റെയിൽവേ, നമ്മുടെ എയറോഡ്രോം, നമ്മുടെ പൊതുമേഖലകൾ എല്ലാം നശിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് 2026 പൊതുമേഖലയുടെ 10% വിറ്റഴിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഇൻഷുറൻസ് കമ്പനിയാണ്. ആ ഇൻഷുറൻസ് കമ്പനിയുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് കോടികളാണ്. തുടക്കത്തിൽ 25 ലക്ഷം രൂപ മുതൽ മുടക്കി ഉണ്ടാക്കിയ ഒരു സ്ഥാപനം ഇന്ന് 25 കോടിക്കപ്പുറം ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനം ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും കണക്ക് പറഞ്ഞുകൊണ്ട് ആ പൊതുമേഖലകൾ ബഹുരാഷ്ട്ര കമ്പനികളായിട്ടുള്ള ടാറ്റയ്ക്കും, ബിർളയ്ക്കും, അംബാനിക്കും, വാൾമാർട്ടിനും, റിലയൻസിനും, ഭാരതിക്കും ഒക്കെ തീരെഴുതി കൊടുക്കാൻ പോകുന്ന ഒരു സമീപനത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോകുന്നു. റെയിൽവേ തീരെഴുതിയാൽ എന്താ നാളെ നടക്കാൻ പോവുക? നമ്മളിവിടെ മാരാരിക്കുളത്തുനിന്നും തിരുവനന്തപുരത്തേക്ക് പോകാനായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ 70 രൂപയോ 80 രൂപയായിരിക്കാം. ഇങ്ങോട്ട് വരുമ്പോൾ റെയിൽവേ സ്വകാര്യവൽക്കരിച്ചാൽ എന്താ സംഭവിക്കുക? റെയിൽവേ സ്വകാര്യവൽക്കരിച്ചാൽ അങ്ങോട്ട് 80 രൂപയ്ക്ക് പോയി വൈകുന്നേരം അവർ വിചാരിക്കേണ്ട 150 രൂപ ടിക്കറ്റ് എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് മാരാരിക്കുളത്ത് വന്നേ പറ്റൂ.